അസ്സലാമു അലൈക്കും. നാഗൂർ, ഏറുവാടി, മുത്തുപേട്ട എന്നിവ ബംഗാൾ കടലിൻ്റെ വക്കത്താണെങ്കിൽ അമ്പ്രാമ്പാളയം കേരളത്തിൽ നിന്നും പാലക്കാട് നിന്ന് പൊള്ളാച്ചി വഴി പോകുമ്പോൾ കാണുന്നതാണ്. അതായത് തമിഴ്നാടിൻ്റെ അതിർത്തി എന്ന് വേണമെങ്കിൽ പറയാം. അമ്പ്രാൻപാളയത്ത് മറവിട്ടിരിക്കുന്നത് സൂഫി ഗുരുവായ ഷഹിൻഷാ വലിയുല്ലാഹിയാണ്. വളരെ പൗരാണികമായ ഒരു ദർഗയാണിത്. ഇവിടുത്തെ മരങ്ങൾക്കൊക്കെ എത്രയോ വർഷങ്ങളുള്ള പഴക്കമുണ്ട്. ആളിയാർ നദിയുടെ തീരത്താണ് ഈ ഖബറിടം. ആദ്യകാലത്ത് വെള്ളത്തിനുള്ള സൗകര്യത്തിനനുസരിച്ചായിരിക്കണം ഇവിടെ അവർ തമ്പടിച്ചത്. അതുപോലെ ഒരുപാട് ശിഷ്യഗണങ്ങളുടെ ഖബറുകളും ചുറ്റും കാണാം. ഇവിടെയും രോഗികളെല്ലാം വന്ന് താമസിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. ചന്ദനത്തിരിയും പുകക്കലുമെല്ലാം എവിടെയും ഉണ്ടെങ്കിലും ഇവിടുത്തെ കൽവിളക്കാണ് ഏറെ ശ്രദ്ധ ആകർഷിച്ചത്. ഹിന്ദു അമ്പലങ്ങളിൽ പോലെ വലിയ കൽവിളക്ക്, 2-3 കൽവിളക്ക് അടുത്തടുത്തായിരിക്കുന്നു. അതിൽ വരുന്ന ആളുകൾ കത്തിക്കുന്നുമുണ്ട്, എണ്ണ ഒഴിച്ച്. സത്യത്തിൽ തമിഴ് ജനതയിൽ വലിയൊരു ശതമാനം ഹിന്ദുക്കളാണ്. അപ്പോൾ അവരുടെ ആചാരമാണ് ഈ നിലവിളക്ക് കത്തിക്കലും അതുപോലെയുള്ള കൽവിളക്കുകളെല്ലാം കത്തിക്കുന്നത്. ഇവിടെ അത് വളരെ അതിൻ്റെ മൂർധന്യ രൂപത്തിലാണ് കാണുന്നത്. ശരിക്കും അത് ദർഗയിൽ ഒരു അനാവശ്യ കാര്യവുമാണ്. മാത്രമല്ല മറ്റു മതക്കാരുടെ ആചാരത്തെ അതേപോലെ പകർത്തുന്നതാണ്. ഇവിടെ ഒരു മൂർത്തിയോ ഒന്നുമില്ല, അള്ളാഹുവിൻ്റെ വലിയുകളാണ്. അപ്പോൾ അവരെ ഇത്തരത്തിൽ ദീപം കത്തിച്ച് അവരെ ആദരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു ആദരവ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇതെല്ലാം ക്രമേണ ഇല്ലാതാക്കണമെങ്കിൽ ഓരോ ആളുകളും അതിനുള്ള പരിശ്രമങ്ങൾ ചെയ്യണം. ദർഗയിലേക്കുള്ള ഗേറ്റാണിത്. അമ്പ്രാമ്പാളയം ദർഗ ചിറ്റൂർ പൊള്ളാച്ചി റോട്ടിൽ ഗോവിന്ദപുരത്തു നിന്നും 6 കിലോമീറ്റർ അകലെയാണ്. സയ്യിദ് ഷഹിൻഷാ ഇബ്രാഹിം ബാദുഷാ റളിയല്ലാഹുവിൻ്റെ സമകാലികനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 18ാം പേരമകനുമാണ്. സർവേക്കാരൻ പാളയം, ഉദുമൽപേട്ട എന്നെല്ലാം ഈ സ്ഥലത്തിന് പേരുണ്ട്. ഇവിടെ വെള്ളിയാഴ്ച രാവിലെ മജ്ലിസ് നടക്കുന്നുണ്ട്. ഇബ്രാഹിം ബാദുഷാ ദർഗയിലെ പോലെ ഇവിടെയും മാനസിക പ്രശ്നങ്ങൾക്ക് ഉള്ള ചികിത്സ ഉണ്ട്. ഇവിടെ കേസെടുക്കുക എന്നാണ് ഇനി പറയുക. അത് ഇവിടെയും ഉണ്ട്. സ്വപ്നത്തിലും ഇവർ ചികിത്സിക്കുന്നു എന്നെല്ലാം പറയുന്നു. ഇവിടുത്തെ ഉറൂസ് നടക്കുന്നത് ശവ്വാൽ 9-നാണ്. ടിപ്പു സുൽത്താൻ ഈ ദർഗ പുതുക്കി പണിതു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. എല്ലായിടത്തെയും പോലെ ഇവിടെയും നിരവധി ഹിന്ദു സ്ത്രീകളെ കാണാം. ദർഗയുടെ ഉള്ളിൽ 1-2 പൊട്ടുതൊട്ട പ്രായമുള്ള ഹൈന്ദവരെയും കണ്ടു. ഭജനമിരിക്കും പോലെ ഇരിക്കുന്നതായി കണ്ടു. അതായത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കൾക്കും ദർഗകൾ ഒരു ആശ്വാസ കേന്ദ്രമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. മിക്കവാറും അമ്പലങ്ങളിൽ ബഹളമയമായിരിക്കും. അവിടെ ഒരു മനസ്സിന് സ്വസ്ഥമായി പ്രാർത്ഥിക്കാനുള്ളൊരു അവസരം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും പ്രഭാത സമയങ്ങളിൽ. മുകളിൽ കാണുന്നതാണ് ഇവിടെയുള്ള കൽവിളക്ക്. അതായത് ദർഗയിലാണെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദങ്ങൾ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ പറയാം. ദർഗകളിലെല്ലാം ഇസ്ലാമിക ആചാരങ്ങൾ മാത്രം നടപ്പിൽ വരുത്താൻ ഓരോ വിശ്വാസിയും ബാധ്യസ്ഥമാണ്. അള്ളാഹു അവൻ്റെ ഔലിയാക്കളുടെ പാതയിൽ നടക്കാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു 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 മനസ്സിന്നകം കേഴുന്നിത മന്നാനെ നിന്നിലായി മണ്ണോട് ചേരും മുമ്പ് നാദ തൗബ
കേൾക്കണേ. പാപങ്ങളേറെ ചെയ്തു പോയി പാപി ഞാനിതാ. പാപം പൊറുത്ത് റഹീമയെന്നിൽ നാഗലോകം താ. അല്ലാഹു 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 അല്ലാഹ്. ജീവേകി എന്നിൽ വായുവെള്ളം നൽകിയോനല്ലാഹ്. ശുക്രോതിടാതെ നിന്റെ മണ്ണിൽ ഞാൻ നടന്നു പോ. നീ നൽകിയുള്ള അനുഗ്രഹങ്ങൾ ഏറെ ശ്രേഷ്ഠമാ. നിന്നോട് തേടിടുന്നു റബ്ബേ പാപി ഞാനിതാ. അല്ലാഹു 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 അല്ലാഹ്. എൻ തൗബ കേൾക്ക് തമ്പുരാനേ നിൻ കടാക്ഷമേ. എന്നിൽ നിറക്കൂ ഭാഗ്യമാം നിഅമത്ത് യാ ജലാൽ. മരണത്തിൻ നേരം നിന്റെ നാമം നാവിൽ